നമസ്കാരം. തിരുവനന്തപുരത്ത് ഒരമ്മയും മകളും ആത്മഹത്യ ചെയ്ത വാർത്ത നിങ്ങൾ വായിച്ചു കാണും. സജിത എന്നാണ് അമ്മയുടെ പേര്, 56 വയസ്സ്. ഗിരിമ എന്നാണ് മകളുടെ പേര്, 30 വയസ്സ്. ഇവർ ആത്മഹത്യ ചെയ്തത് ഗിരിമ കല്യാണം കഴിച്ച ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഉപേക്ഷിച്ചത് കൊണ്ടാണെന്നാണ് പറയുന്നത്. 6 കൊല്ലം മുമ്പാണ് ഗിരിമ ഉണ്ണികൃഷ്ണനെ കല്യാണം കഴിക്കുന്നത്, അതായത് 24 വയസ്സുള്ളപ്പോൾ. എന്നാൽ അയാൾ 25 ദിവസങ്ങൾ മാത്രമേ അവളുടെ കൂടെ താമസിച്ചുള്ളൂ എന്നും അതിനുശേഷം അവളെ ഉപേക്ഷിച്ചു എന്നുമാണ് വാർത്തയിലുള്ളത്. കല്യാണം കഴിക്കുന്ന സമയത്ത് ഗിരിമയുടെ വീട്ടുകാർ 200 പവൻ സ്വർണവും വീടും സ്ഥലവും എല്ലാം ഉണ്ണികൃഷ്ണൻ നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ട്. 200 പവൻ സ്വർണം നൽകണമെങ്കിൽ സാമാന്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു വീടാണ് അവരുടേത്. ഗിരിമയുടെ അച്ഛൻ രാജീവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കൃഷി വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് വിരമിച്ചത്. ഏതാണ്ട് 2 മാസം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു പോയി. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഉണ്ണികൃഷ്ണൻ അയർലൻഡിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു, ജോലി ചെയ്യുകയാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അയാൾ നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ ഏതോ ഒരു ബന്ധുവിൻ്റെ മരണ വീട്ടിൽ വെച്ച് ഭാര്യയെയും അമ്മായിയമ്മയും കണ്ടു. അവിടെ വെച്ചും ഉണ്ണികൃഷ്ണൻ ഇവരെ അപമാനിച്ചുവെന്നും ആ അപമാനഭാരം താങ്ങാനാവാതാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്നുമാണ് പറയുന്നത്. ഗിരിമയ്ക്ക് ഐശ്വര്യമില്ലെന്നോ അവളുടെ ഐശ്വര്യക്കേട് കൊണ്ടാണ് എനിക്ക് 6 കൊല്ലമായിട്ടും PhD പൂർത്തിയാക്കാൻ സാധിക്കാത്തത് എന്നൊക്കെ പറഞ്ഞതായിട്ടൊരു വാർത്തയിലേയും വായിച്ചു. പക്ഷേ എന്നെ ഈ വാർത്തയിലേക്ക് ആകർഷിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ എന്തിൻ്റെ പേരിലാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ചോദ്യമാണ്. സാധാരണ മട്ടിൽ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഷോക്ക് മൂലമാകാം, അതല്ലാന്നുണ്ടെങ്കിൽ കടുത്ത സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോഴാകാം. അങ്ങനെയൊക്കെയുള്ള ചില കാരണങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. എന്നാൽ ഇവിടെ ഈ 2 പേരുടെയും കാര്യത്തിൽ പെട്ടെന്നുണ്ടായ യാതൊരു ഷോക്കും ഇവർക്കില്ല. കാരണം 6 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ച് 25 ദിവസം മാത്രം കൂടെ താമസിച്ചിട്ട് ഇട്ടിട്ട് പോയ ഒരുത്തൻ. അപ്പോൾ അവനെ വീണ്ടും ഇവർക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അവൻ ഇവളെ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇവളുടെ കൂടെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം ഇവർക്കുണ്ട്. അതിനുവേണ്ടി അവർ അന്ന് തൊട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രമം നടത്തി ആ ശ്രമം പരാജയപ്പെട്ടതിൻ്റെ ഒരു നിരാശയിലാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. ഇതുതന്നെയാണ് നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും പറ്റുന്ന അബദ്ധം. ഈ പെൺകുട്ടി 6 കൊല്ലം മുമ്പ് ഒരാളെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് അവൻ അവളെ ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുക്കലേക്ക് ഇനി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയതാണെന്നുണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. റിക്കൺസിലേഷൻ നടത്തുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ അങ്ങനെ അവർ കഴിഞ്ഞ 6 കൊല്ലം ശ്രമിച്ചിട്ടും അവൻ ഇവളോട് താല്പര്യം കാണിക്കുന്നില്ല, അവൻ ഇവളെ വേണ്ട എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇവരെന്ത് തീരുമാനമായിരുന്നു എടുക്കേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടും ഇവരെടുക്കേണ്ടിയിരുന്ന തീരുമാനം അവരുമായിട്ടുള്ള ബന്ധം ഇനി വേണ്ട എന്ന് തന്നെ ആയിരുന്നു. ഇവർക്കൊരിക്കലും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സാമ്പത്തികമായിട്ട് യാതൊരു പ്രശ്നമുള്ള ആൾക്കാരില്ല. നല്ല പണമുള്ള വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ ഇവർ അവന് കൊടുത്തു എന്ന് പറയുന്ന 200 പവൻ സ്വർണം നിസ്സാരമായിട്ട് അവർക്ക് അത് തിരികെ വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് അവൻ ജീവനാംശം കൊടുക്കണം എന്ന ഒരു കോടതി വിധി പോലും സമ്പാദിക്കാൻ നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് നടത്തിയാൽ സാധിക്കും. അതുകൂടാതെ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് അവരുടെ ഭർത്താവിൻ്റെ പെൻഷൻ ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികമായിട്ട് മുമ്പോട്ട് പോകാൻ യാതൊരു കുഴപ്പമില്ലാത്ത ഒരു കുടുംബമാണ്. ഇവർക്ക് പറ്റിപ്പോയ തെറ്റ് എന്ന് പറയുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ ലോകത്തിൽ ഒരു വ്യക്തിയും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു പണിയാണത്. അതായത് നിങ്ങളോടൊരു വ്യക്തിക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാൽ ശരി ആ ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇഷ്ടം, സ്നേഹം മുതലായവ തനിയെ ഉണ്ടാകേണ്ടതാണ്, തനിയെ തോന്നേണ്ടതാണ്, സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണ്. നമുക്കൊരിക്കലും ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വ്യക്തിക്ക് അത് ഇല്ല എന്ന് കണ്ടാൽ അയാളെ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏത് വ്യക്തിയായാലും ഏതോ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. അതിപ്പോൾ നമ്മുടെ മക്കളായാലും ഭാര്യയായാലും കൂട്ടുകാരായാലും ആര് തന്നെ ആയാലും ശരി, നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച് വരുന്ന വഴിക്ക് ആണ് നമ്മൾ കല്യാണം കഴിക്കുന്നതും കുട്ടികളുണ്ടാവുന്നതും. എനിക്കിപ്പോൾ ഒരു മകളുണ്ടാവുന്നത് എനിക്ക് 29-30 വയസ്സുള്ളപ്പോഴാണ്. ഒരു മകനുണ്ടാകുന്നത് 35-ാമത്തെ വയസ്സിലാണ്. അതുവരെ ഞാനവരെ കണ്ടിരുന്നില്ല. അവരുണ്ടായ ശേഷം പിന്നീട് അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിൽ ഞാനൊരു വിഡ്ഢിയാണ്. അതുവരെയും എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റിയെങ്കിൽ തുടർന്നും എനിക്ക് പറ്റും.
അത്ര തന്നെയുള്ളൂ ഏത് ബന്ധത്തിലും നമ്മൾ ഉപയോഗിക്കേണ്ട നിയമം. അതായത് ഇന്ന വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റൂ, ഇന്ന വ്യക്തിയുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ അബദ്ധമാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത് തന്നെ നമ്മുടെ ജീവിതത്തെ തകർക്കും. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലരോടും ഇഷ്ടം തോന്നും, നമ്മൾ പലരുടെയും ഇഷ്ടം ആഗ്രഹിക്കും, പലരും നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ മോഹിക്കും, അതെല്ലാം നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊരു ശാഠ്യമായിട്ട് മാറുക, അത് കൂടിയേ തീരൂ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല, അതിനുവേണ്ടി ശ്രമിക്കാനും പാടില്ല. ഒരു വ്യക്തിക്ക് നമ്മളോട് സ്വാഭാവികമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഇഷ്ടം തോന്നുകയുള്ളൂ. അയാൾക്കതില്ലെങ്കിൽ അതില്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അങ്ങനെ ഇല്ലാത്ത ഒരു ഇഷ്ടത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനും അവിടെ അവകാശം സ്ഥാപിക്കാനും പിടിച്ചു പറിക്കാനും എന്നെ ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്നൊക്കെ പറയുന്നത് സത്യം പറയാൻ നമ്മുടെ വില അങ്ങേ അറ്റം കളയുന്നൊരു പണിയാണ്. നമ്മുടെ നാട്ടിൽ ചില തൊഴിലാളികൾ നോക്കുകൂലി ചോദിക്കുന്നത് ഇതിന് സമാനമായൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ജോലി തന്നേ പറ്റൂ, ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല, നിങ്ങൾ ഞങ്ങൾക്ക് ജോലി തന്നേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഭിക്ഷയാചിക്കലാണത്. ഇവിടെയും അത് തന്നെയാണ്. അതായത് എന്നെ സ്നേഹിച്ചേ പറ്റൂ, എന്നെ എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ എന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ മറ്റേ വ്യക്തിയുടെ കണ്ണിൽ ഉള്ള വില കൂടി ഇല്ലാതാവും. പൂർണ്ണമായിട്ടും ഇയാൾക്ക് അവരുടെ മുമ്പിൽ ഒരു വിലയുമില്ലാതെയാകും. എന്നാൽ ഇവിടെ ഈ ഗ്രിമയുടെ അമ്മയും നിന്നെ ഞങ്ങൾക്ക് വേണ്ടാടാ എന്നുള്ള ഒരു ശക്തമായ നിലപാടെടുത്തിരുന്നെങ്കിൽ, അവൻ ഇവളെ ഉപേക്ഷിച്ച് പോയ സമയത്ത് തന്നെ സമാനമായ നിലപാട് ഇവരും എടുത്തിരുന്നെങ്കിൽ, ഇനി നീയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അവർ ഡിവോഴ്സിന് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ ഇവരുടെ കാൽക്കൽ വന്ന് വീണേനെ. ഇവർ എന്തു വന്നാലും ശരി എൻ്റെ പിന്നാലെ വരും, ഇവർക്ക് ഞാനില്ല ജീവിക്കാൻ പറ്റില്ല എന്നവന് മനസ്സിലായപ്പോൾ, ഇവർ സ്നേഹത്തിൻ്റെ ഭിക്ഷാന്തേഹികളാണ് എന്നവന് ബോധ്യമായപ്പോൾ അവൻ അവരെ മുതലെടുത്തതാണ്. അത് ഈ അമ്മയ്ക്കും മകൾക്കും അറിയാൻ പറ്റാതെ പോയി. എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങളെങ്കിലും മനസ്സിലാക്കണം, നമ്മൾ ഒരാളുടെയും സ്നേഹത്തിന് വേണ്ടി അവരുടെ പിന്നാലെ പോകരുത്, ഒരാളുടെയും സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കരുത്, ഒരാളോടും എന്നെ സ്നേഹിക്കണം എന്ന് പറയുകയും ചെയ്യരുത്. സ്നേഹം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടതാണ്. നിങ്ങൾക്ക് ആരുടെയെങ്കിലും സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം കിട്ടത്തക്ക പോലെ അയാളുമായിട്ട് പെരുമാറാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ അതൊരു അവകാശമാണെന്ന് പറഞ്ഞോ എന്നെ സ്നേഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞോ പോയിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കത് കിട്ടില്ലെന്ന് മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ലേശം ഇഷ്ടം പോലും ഇല്ലാതാവുകയും ചെയ്യും. കാരണം നിങ്ങൾക്ക് യാതൊരു വിലയും അയാൾ തരില്ല. നിങ്ങൾ അയാളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് എന്നെ സ്നേഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ്. അങ്ങനെയുള്ള ആൾക്കാരെ ആരും സ്നേഹിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു വിലയും കാണില്ല. ഈ അമ്മയ്ക്കും മകൾക്കും പറ്റിയത് തന്നെയാണ്. സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അവരുടെ മനസ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രം ആത്മഹത്യ തിരഞ്ഞെടുക്കേണ്ടി വന്ന ഒരമ്മയും മകളുമാണ്. അവർക്ക് ശരിയായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് അവർക്ക് വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കുമായിരുന്നു, ഒരു പ്രയാസവും കൂടാതെ. താങ്ക് യു.